2008, 2009 വർഷത്തിലെ ശീതകാലത്ത് തെക്കൻ ഇസ്രയേലിലും ഗാസ ചീന്തിലും വെച്ച് നടന്ന 3 ആഴ്ച നീണ്ടുനിന്ന ഇസ്രയേൽ-ഹമാസ് പോരാട്ടമാണ് ഗാസ യുദ്ധം. ഓപ്പറേഷൻ കാസ്റ്റ് ലീഡ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ ആക്രമണം 2008 ഡിസംബർ 27-ന് ഗാസ ചീന്തിൽ ഇസ്രയേലാണ് തുടക്കമിട്ടത്. അറബ് ലോകത്തെ ഈ ആക്രമണം ഗാസ കൂട്ടക്കൊല എന്നാണ് അറിയപ്പെടുന്നത്. തെക്കൻ മേഖലയിലെ യുദ്ധം എന്ന് ഇസ്രയേലി മാധ്യമങ്ങളും ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നു. ഗാസ ചീന്തിനുള്ളിലേക്കും പുറത്തേക്കുമുള്ള ആയുധക്കടത്ത് തടയുന്നതിനും ഹമാസിന്റെ റോക്കറ്റാക്രമണം അവസാനിപ്പിക്കുന്നതിനും പ്രഖ്യാപിച്ചുകൊണ്ട് ഡിസംബർ 27-ന് ഇസ്രയേൽ ബോംബാക്രമണം തുടങ്ങുകയായിരുന്നു. ഈ ആക്രമണത്തിൽ ഇസ്രയേലിന് മറ്റു ചില ലക്ഷ്യങ്ങളും പ്രേരണകളും ഉണ്ടായിരുന്നതായി പുറത്തുവന്നിട്ടുണ്ട്. ജനങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ, സൈനിക കേന്ദ്രങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ എന്നിവ ഇസ്രയേൽ സൈന്യം ആക്രമിക്കുകയുണ്ടായി. സാധാരണ പൗരന്മാരുടെ ആവാസ കേന്ദ്രങ്ങളും വ്യാപകമായി നശിക്കപ്പെട്ടു. ഹമാസും അതിന്റെ മോട്ടാർ ആക്രമണവും ശക്തിപ്പെടുത്തുകയും യുദ്ധത്തിലുടനീളം ജനസാമാന്യത്തിന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കുകയുമുണ്ടായി. 2009 ജനുവരി 3-ന് കരയുദ്ധവും ഇസ്രയേൽ ആരംഭിച്ചു. ഏകപക്ഷീയമായ വെടിനിർത്തൽ ഇസ്രയേൽ പ്രഖ്യാപിച്ചതോടെ ഒരാഴ്ചക്കാലത്തെ വെടിനിർത്തൽ ഹമാസും പ്രഖ്യാപിച്ചു. തുടർന്ന് ജനുവരി 18-ന് യുദ്ധം അവസാനിച്ചു. ജനുവരി 21-ന് ഇസ്രയേൽ പിൻവാങ്ങൽ പൂർത്തിയാക്കി. 1166-നും 1417-നും ഇടയിൽ എണ്ണം വരുന്ന പലസ്തീനികളും 13 ഇസ്രയേലികളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വെള്ളമില്ലാത്ത 4 ലക്ഷം ഗാസൻ ജനത വലഞ്ഞു. 4000 വീടുകൾ നശിക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു. പതിനായിരക്കണക്കിന് ജനങ്ങൾ ഭവനരഹിതരായി. 80 സർക്കാർ എടുപ്പുകൾ നശിക്കപ്പെട്ടു. 2009 സെപ്റ്റംബർ മാസത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇസ്രയേലികളും പലസ്തീനികളും യുദ്ധക്കുറ്റം ചെയ്തതായി കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനായി റിപ്പോർട്ട് ശുപാർശ ചെയ്യുകയും ചെയ്തു. ഗാസ ആക്രമണത്തിൽ ഇസ്രയേൽ നിരോധിത വെള്ള ഫോസ്ഫറസ് പോലുള്ള മാരക വസ്തുക്കളടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേലിന്റെ ഈ ആക്രമണത്തിൽ